إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ റമളാനിൻ്റെ പകലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അന്നപാനീയങ്ങളും നമ്മുടെ വൈകാരികതകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവൻ പറഞ്ഞത് പ്രകാരം നോമ്പനുഷ്ഠിച്ചും അതോടൊപ്പം അതിൻ്റെ രാത്രികളിൽ സുദീർഘമായി, പതിവിൻ്റെ വിപരീതമായി സുദീർഘമായി നമസ്കരിച്ചുകൊണ്ടും കൂടുതൽ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്തിലൂടെയാണ് വിശ്വാസി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ത്യാഗങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിൽ അവൻ സഹിക്കേണ്ടതും അവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ത്യാഗങ്ങൾ സഹിക്കുന്നതാവട്ടെ, എത്രയെത്ര പ്രയാസങ്ങൾ സഹിക്കുന്നതാവട്ടെ, ഏത് ആരാധനകൾക്ക് പിന്നിലുണ്ടാകുന്ന മശക്കത്തുകൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ അതിന് ഉപകാരം ലഭിക്കുക, അതല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുക, ആ ആരാധനകൾക്ക് പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലേക്ക് അത് നമ്മെ എത്തിക്കുമ്പോൾ മാത്രമാണ്. അതല്ല എങ്കിൽ അത് കേവലം ക്ഷീണവും അതല്ലെങ്കിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമായി അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസത്തിൽ അവൻ സഹിക്കുന്ന ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് അവൻ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ എന്താണ് നോമ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു തരുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായിട്ടുള്ള ആളുകളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയിട്ടുള്ളത്, നിയമമാക്കിയിട്ടുള്ളത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പരിശീലനം, ആ ഒരു തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും തഖ്വയുള്ളവരാകണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നവനാകണം, അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്നവനാകണം, അതുപോലെ തന്നെ അവൻ നിരോധിച്ച നിരോധനങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കുന്നവനാകണം എന്ന് പറയാനുള്ള കാരണം എന്താണ്?
കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം അത് തഖ്വയുള്ളവർക്കാണ്. അല്ലാഹു തന്നെ പറഞ്ഞത് കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അതുപോലെ തന്നെ ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരിൻ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ആ സ്വർഗ്ഗം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഒരു മസ്കനായി, ഒരു താമസ സ്ഥലമായി നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിർബന്ധമായും നമ്മൾ തഖ്വയുള്ളവർ ആയി തീരുക തന്നെ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനും നമ്മുടെ തഖ്വ ഷർത്താക്കിയിട്ടുണ്ട്, നിബന്ധനയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ ആയത്താണ് നമ്മുടെ സച്ചരിതരായ മുൻഗാമികളായ ആളുകളെ ഈദിന്റെ ദിവസത്തിൽ പോലും പെരുന്നാളിന്റെ ദിവസത്തിൽ പോലും അവരെ കരയിപ്പിച്ചിരുന്ന, അവരെ പ്രയാസപ്പെടുത്തിയിരുന്ന ആയത്ത് എന്ന് പറയുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുസ് സാലിഹാത്തുകൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നോമ്പ് നോൽക്കുന്നു, ഞാനും അതിൻ്റെ കൂടെ കൂടുന്നു. എല്ലാവരും വൈകുന്നേരം നമസ്കരിക്കാൻ വേണ്ടി പോകുന്നു, ഞാനും അതിൻ്റെ കൂടെ കൂടുന്നു. എല്ലാവരും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു, ഞാനും അതിൻ്റെ കൂടെ കൂടുന്നു. എന്നതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടേണ്ടവനാണ്, ഞാൻ എൻ്റെ റബ്ബിനെ കീഴ്പ്പെടേണ്ടവനാണ്, ഞാൻ എൻ്റെ റബ്ബിനെ അനുസരിക്കേണ്ടുന്നവനാണ് എന്ന ബോധ്യത്തിൽ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവന്റെ സൽക്കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള ഒരു മൈൻഡ്, ഒരു മനസ്സ് നേടിയെടുക്കാൻ, ആ ഒരു തഖ്വ ഉള്ള മനസ്സ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു റമദാൻ നമുക്ക് നിയമമാക്കി ശർആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ റമദാനിലൂടെ കടന്നു പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, തഖ്വ നേടി എന്നുള്ളത് കൊണ്ടുള്ള, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ സൂക്ഷിക്കുന്നു, അവന്റെ കൽപ്പനാവർത്തികളും അതുപോലെ തന്നെ അവന്റെ നിരോധനങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുന്നു എന്നുള്ളതിന്റെ പരിപൂർണമായ പ്രയോജനം, അതിന്റെ ഫായിദ ഈ ദുനിയാവിലല്ല നമുക്ക് ലഭിക്കാനുള്ളത്. മറിച്ച് ഇനി വരാനുള്ള നമ്മുടെ ഖബർ മുതൽ തുടങ്ങുന്ന നമ്മുടെ പാരത്രിക ലോകത്താണ് നമ്മുടെ തഖ്വ കൊണ്ട് നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതിന്റെ പരിപൂർണമായ പ്രയോജനം അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ദിവസത്തിൽ ഈ ദുനിയാവിലേക്ക് വന്നു ചേർന്നവരാണ്. ഇനി ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഒരു ദിവസത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് നമ്മുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിട്ടുകൊണ്ട് നമ്മൾ യാത്ര പോകേണ്ടവരുമാണ്. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നമ്മൾ ചെയ്തതായ സൽക്കർമ്മങ്ങൾക്കും തിന്മകൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കട്ടുനോട്ടം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, ഫവറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, അവരോടെല്ലാം ഞാൻ ചോദിക്കുന്നതാണ്, അമ്മാ കാനൂ യഅമലൂൻ, എന്തെല്ലാം കാര്യങ്ങളാണോ അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനെ സംബന്ധിച്ചെല്ലാം ഞാൻ അവരോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അങ്ങനെ ആ ജനാസയും ചുമന്നുകൊണ്ട് ഞങ്ങൾ ഖബർസ്ഥാനിലേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടുന്നതിന് മുമ്പായിക്കൊണ്ട് ആ ഖബർസ്ഥാനിൽ ഇരുന്നു. ഞങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റിലും ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകളിലുള്ള ഒരു വടി കൊണ്ട് ഇങ്ങനെ നിലത്ത് കുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്രി മർറതൈനി ഔ സലാസൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ശരണം ചോദിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 തവണ സഹാബാക്കളോടായി നിർദ്ദേശം കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും, ചെരുപ്പടി ശബ്ദം പോലും ഈ ഖബറിലുള്ള ആൾ കേൾക്കും. മാത്രമല്ല അവിടെ മലക്കുകൾ വന്നുകൊണ്ട് ആ മനുഷ്യനോട് ചോദിക്കും, യാ ഹാദാ മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക,
നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഈ മനുഷ്യൻ നേരിടേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ വ്യക്തിയാണ് എങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യനാണ് എങ്കിൽ, ആ മനുഷ്യൻ അവന്റെ അടുക്കൽ 2 മലക്കുകൾ വരും, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂലു റബ്ബി അല്ലാഹ്. മുഅ്മിനായ മനുഷ്യനാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണോ, അവൻ പറയും എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫയഖൂലാനി മാ ദീനുക്, നിന്റെ ദീൻ ഏതാണെന്ന് അവർ ചോദിക്കും. ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ് എന്ന് ഒരു വിശ്വാസിക്ക് പറയാൻ സാധിക്കും. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ് എന്ന് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ പറയും, ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ കരീം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയും. വമാ യുദ്രീക, എന്താണ് നിന്റെ ഇൽമ്, എന്താണ് നിന്റെ അറിവ് എന്ന് ചോദിക്കുമ്പോൾ ആ മുഅ്മിനായ മനുഷ്യൻ പറയും, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഫആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു, ഞാൻ അത് സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവിടെ മറുപടി കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്തിയില്ല. ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശലോകത്തു നിന്ന് വിളിച്ചു പറയും, അൻ സദഖ അബ്ദി ഫഅഫ്രിശു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന വഅൽബിസു മിനൽ ജന്ന, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, അവന് സ്വർഗത്തിൽ നിന്നുള്ള വിരികൾ നിങ്ങൾ വിരിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ നിങ്ങൾ അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക. വഅൽബിസു മിനൽ ജന്ന, സ്വർഗത്തിന്റെ ഉടയാടകൾ നിങ്ങൾ അവനെ അണിയിപ്പിക്കുകയും ചെയ്യുക എന്ന് എന്നും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സ്വർഗത്തിന്റെ സുഗന്ധവും പരിമളവും അതിന്റെ സുഖാനുഭൂതികളും എല്ലാം ആ ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ അവനിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മൽ കാഫിർ, എന്നാൽ ഒരു സത്യനിഷേധിയായ മനുഷ്യനാണ് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി അനുസരിക്കാത്ത മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തോടും ഇതേ ചോദ്യങ്ങൾ തന്നെ ഈ 2 മലക്കുകൾ വന്നുകൊണ്ട് ആവർത്തിക്കും. പക്ഷേ ആ മനുഷ്യന്റെ മറുപടി എനിക്കറിയുകയില്ല എന്ന് വിലപിക്കുക മാത്രമാണ് ആ മനുഷ്യന് ചെയ്യാൻ സാധിക്കുക എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്നതാണ്, അൻ കദബ് ഫഅഫ്രിശു മിനന്നാർ വഅൽബിസു മിനന്നാർ, അവൻ ഇതാ കള്ളം പറഞ്ഞിരിക്കുന്നു, അവനക്ക് നരകത്തിന്റെ ഉടയാടകൾ നൽകുക, നരകത്തിൽ നിന്നുള്ള വിരിയാളങ്ങൾ അവന് വിരിച്ചു നൽകുക എന്ന് പറയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പിന്നീട് അതിന്റെ ചൂടും അതിന്റെ പ്രയാസങ്ങളും ആ ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അനുഭവിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിചാരണ നിസാരമായ വിചാരണയാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. നമ്മൾ ആരും ചെറിയൊരു വിചാരണയാണത് എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഇന്നടഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നാളെ മുതൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന, നമ്മൾ കണ്ടുമുട്ടേണ്ടുന്ന വിചാരണയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നഹും യറൗനഹു ബഈദ, അത് കുറെ വിദൂരത്തായിട്ടാണ് പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. വനറാഹു ഖരീബ, ഞാൻ അത് വളരെ അടുത്തായി കൊണ്ടുമാണ് കാണുന്നത് എന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ കർമ്മങ്ങളെ സംബന്ധിച്ചും ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു. 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടാതെ ഒരാളുടെ കാൽപാദങ്ങളും അനക്കാൻ ഒരാൾക്കും തന്നെ ഖിയാമത്ത് നാളിൽ സാധിക്കുകയില്ല. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. എന്തിലാണ് അവനത് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് കൃത്യമായ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുപോലെ തന്നെ അവന്റെ അറിവിനെ സംബന്ധിച്ച് ചോദിക്കും. അവൻ എന്താണ് അവനുള്ള
അറിവ് വെച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വഅൻ മാലിഹി, അവന്റെ സമ്പാദ്യത്തെ പറ്റി, അവന്റെ ധനത്തെ പറ്റി ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് അവൻ അത് സമ്പാദിച്ചത്. വഫീമ അൻഫഖഹു, എവിടെയാണ് അവൻ ചെലവഴിച്ചത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും. വഅൻ ജിസ്മിഹി ഫീമ അബ്ലാ, അവന്റെ ശരീരത്തെ സംബന്ധിച്ചും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, എങ്ങനെയാണ് അത് ഒരുമിച്ച് പോയത് എന്ന് അവനോട് ചോദിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിചാരണ നാളിലാണ്, ആ ഒരു ദിവസങ്ങളിലാണ് നമ്മൾ ഇന്ന് നേടിയെടുക്കുന്ന തഖ്വ ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരപ്പെടുന്നു. അതല്ലാതെ ഈ ദുനിയാവിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും, ഈ ദുനിയാവിൽ എന്തെങ്കിലും നേടാൻ പറ്റും എന്നല്ല തഖ്വ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. മറിച്ച് നമ്മുടെ മരണശേഷം വരാനിരിക്കുന്ന ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുമെന്നാണ്. ഈ ദിവസങ്ങളിൽ അശ്രദ്ധമായി തഖ്വ നേടിയെടുക്കാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും, പള്ളികൾ ഉണ്ടായിട്ടും, നമസ്കാരങ്ങൾ ഉണ്ടായിട്ടും, എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ നടത്തമെങ്കിൽ ആ തഖ്വ കൈകരിക്കാനും സാധിക്കുകയില്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കാലുകൾ ഇടറുക തന്നെ ചെയ്യുമെന്നുമാണ്. പ്രിയപ്പെട്ടവരെ, നാളെ എത്രത്തോളം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലയസ്അലുൽ അബ്ദ യൗമൽ ഖിയാമത്തി ഹത്താ യഖൂൽ മാ മനഅക ഇദാ റഅയ്തൽ മുൻകറ അൻ തുൻകിറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയോട് ചോദിക്കും നാളെ ഖിയാമത്ത് നാളിൽ, ഒരു തിന്മ കണ്ടപ്പോൾ ആ തിന്മയെ ഒന്ന് എതിർക്കാതിരിക്കുന്നത് എന്താണ്? ആ തിന്മ എതിർക്കാതിരിക്കാൻ എന്താണ് നിന്നെ തടഞ്ഞത് എന്ന് പോലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ചോദിക്കുമെന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുബന്ധങ്ങളിൽ, അതുപോലെ നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ നാട്ടുകാരിൽ എന്തെല്ലാം തിന്മകൾ നമ്മൾ കണ്ടിട്ടും കണ്ണടച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി പോലും നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഇടയന്മാരാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രജകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അമീറു റാഇൻ, ഒരു ഭരണാധികാരി അവൻ ഒരു ഇടയനാണ്. ഒരു മനുഷ്യൻ, ഒരു കുടുംബനാഥൻ, അവനവന്റെ വീട്ടുകാരെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള അവസ്ഥകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തന്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അവളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലെല്ലാം നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ? പ്രിയപ്പെട്ടവരെ, തഖ്വയില്ലാതെ അവിടെ വിജയിക്കാൻ സാധിക്കുകയില്ല. തഖ്വ നേടിയെടുക്കാൻ ഏറ്റവും പറ്റിയ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 30 ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ 29 ദിനരാത്രങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇതിന്റെ നോമ്പുകളാവട്ടെ, അതുപോലെ തന്നെ ഇതിന്റെ ഖിയാമുൽ ലൈലുകളാവട്ടെ, ഇതിലുള്ള പ്രാർത്ഥനകളാവട്ടെ, അദ്കാറുകളാവട്ടെ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും നഷ്ടപ്പെടാതെ അതൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള അടിമകളായി നമ്മൾ ഓരോരുത്തരും മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം ഉള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പലപ്പോഴും പല ആളുകളും വീഴ്ച വരുത്തുന്ന ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയ്യത്താണ്. മഗ്രിബ് ബാങ്ക് കൊടുത്തത് മുതൽ ഫജ്ർ നമസ്കാരം വരെയുള്ള സമയത്തിനുള്ളിൽ പിറ്റേ ദിവസത്തേക്കുള്ള നോമ്പ് നമ്മൾ കരുതിയിരിക്കണം. നമ്മളത് നാവ് കൊണ്ട് പറയുകയും മറ്റൊന്നുമല്ല, മറിച്ച് മനസ്സിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു നിയ്യത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുജ്മിഇ സിയാമ മിനൽ ലൈലി ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പേ ഇല്ല, അവന്റെ നോമ്പ് സ്വീകാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പലരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക.
നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന്. അതുപോലെ തന്നെ ജൂതന്മാരുടെയും നമ്മളുടെയും നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് അത്താഴം കഴിക്കലാണ് എന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ധൃതി കാണിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കുക എന്നുള്ളതല്ല, സമയമായി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യുക, നോമ്പ് തുറക്കുക. അപ്പോൾ അത് ബാങ്ക് കൊടുക്കുന്ന സമയം തന്നെയാണ് എന്ത് നമ്മൾ തുറക്കേണ്ട സമയം. പക്ഷേ ബാങ്ക് കൊടുത്ത് ബാങ്ക് തീരട്ടെ അല്ലെങ്കിൽ ബാങ്ക് പകുതിയാവട്ടെ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യസാലു നാസ് ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. അവർ ഫിത്റിന് ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ ഖൈറിലായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തുറന്നു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയും നമ്മൾ മറക്കാതിരിക്കുക. എന്ന പ്രാർത്ഥനയും നമ്മൾ അതിനോട് കൂടെ ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രിയിലുള്ള നമസ്കാരത്തിന് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ മസ്ജിദിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ നമ്മുടെ ഖിയാമുൽ ലൈൽ കാരണമായി തീരുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ വൻ പാപങ്ങൾ പോലും അല്ലാഹു വാസിഉർ റഹ്മാൻ, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പകലിലും രാത്രിയിലും ഒക്കെയായി നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. കാരണം ഈ മാസത്തിലാണ് ആ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും നമ്മൾ ആ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക, ഒന്ന് പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി, ഒരു ഖത്മെങ്കിലും ഓതാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ തന്നെയും എന്ത് ചെയ്യും, അത് പൂർത്തിയാകും. 30 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് സമയം കണ്ടെത്തി ഒരു ജുസ് എങ്കിലും ഒരു ദിവസം ഓതി കൃത്യമായി അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനി യശ്ഫഅനി ലിൽ അബ്ദ്. നാളെ ഖിയാമത്ത് നാളിൽ ഖുർആനും അവൻ്റെ നോമ്പും അവന് ഷഫീആയി, അവനൊരു ശുപാർശകനായി, ആരും ശുപാർശ പറയാനില്ലാത്ത ദിവസത്തിൽ നമ്മൾ ഓതിയ ഖുർആനും അതുപോലെ തന്നെ നമ്മൾ നോറ്റ നോമ്പും ഒക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നമ്മൾ ആ കാര്യവും ശ്രദ്ധിക്കുക. ഖുർആൻ ഓതാൻ പ്രത്യേകിച്ച് സമയം നമ്മൾ കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.